എല്ലാവർക്കും നമസ്കാരം. നമ്മള് ഇത് എന്താണ് ഐയുടെ 3 ലെയേഴ്സിന്റെ അതിന്റെ പാർട്സും അതിന്റെ ഫംഗ്ഷനും ആയിട്ടൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു. അതിന്റെ കണ്ടിന്യൂവേഷൻ ആയിട്ട് ലെയേഴ്സിന്റെ പാർട്സിനെ പറ്റിയാണ് നമ്മൾ ആ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത്. അല്ലാതെ ഐക്കുള്ള പാർട്സിനെ പറ്റിയാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം അന്ന് വരച്ചിട്ട് പോലെ ഒരു ഫിഗർ തന്നെയാണിത്. അപ്പം നമുക്കിനി ഐയുടെ ലെയേഴ്സിന്റെ പാർട്സ് അല്ല, അല്ലാതെ തന്നെ ഐക്കകത്തുള്ള പാർട്സിനെ പറ്റിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒന്നാമത്തെ പാർട്ടാണ് ലെൻസ്. ഐക്കകത്ത് ലെൻസ് ഉണ്ട്. ഒന്നാമത്തെ പാർട്ടാണ് ലെൻസ്. അതായത് ലെൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലെൻസ് ഈസ് ദ ഇലാസ്റ്റിക് ട്രാൻസ്പെറന്റ് കോൺവെക്സ് ലെൻസ്. ലെൻസ് എന്ന് പറഞ്ഞാൽ അത് ഇലാസ്റ്റിക് ആണ് അല്ലേ? അതായത് അത് എത്ര വേണമെങ്കിലും ബൾജ് ചെയ്യും, എത്ര വേണമെങ്കിലും കൺട്രാക്ട് ചെയ്യും. അത് ഇലാസ്റ്റിക് നേച്ചർ ആണ്. നമ്മൾ മറ്റേ ഇലാസ്റ്റിക് കൊളീഷൻ ഒക്കെ കെമിസ്ട്രി പറഞ്ഞ പോലെ. സോ ലെൻസ് എന്ന് പറയുന്നത് ഇലാസ്റ്റിക് ആണ്, പിന്നെ ട്രാൻസ്പെറന്റ് ആണ്. ട്രാൻസ്പെറന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലൈറ്റ് റേസിനെ സിമ്പിൾ ആയിട്ട് അകത്തോട്ട് കടത്തി വിടുന്നതാണ്. സോ ലെൻസ് എന്ന് പറയുന്നത് ഇലാസ്റ്റിക് ആണ്, ട്രാൻസ്പെറന്റ് ആണ്, പിന്നെ കോൺവെക്സ് ലെൻസ് ആണ്. കോൺവെക്സ് ലെൻസ് കോൺകേവ് ലെൻസ് ഫിസിക്സിൽ പഠിച്ചിട്ടുള്ളതാണ്. കോൺവെക്സ് എന്ന് പറയുമ്പോൾ ബൾജ് ചെയ്തിരിക്കുന്നത്, കോൺകേവ് എന്ന് പറയുമ്പം എന്താണ്? അകത്തോട്ട് കുഴിഞ്ഞിരിക്കുന്നത്. അപ്പം ഇത് കോൺകേവ് ആണ്, ഇത് കോൺവെക്സ് ആണ്. അപ്പം നമ്മൾ കോർണിയ പഠിച്ചപ്പോൾ പറഞ്ഞ കോർണിയ എന്ന് പറഞ്ഞാൽ പ്രൊജക്റ്റഡ് ആണ്, ഫ്രണ്ടിലോട്ട് ബൾജ് നിൽക്കുന്നതാണ്. അപ്പം ലെൻസിനും ആ ബൾജിങ് ഉണ്ട്, അതായത് അത് കോൺവെക്സ് ലെൻസ് ആണല്ലോ. സോ ലെൻസ് എന്ന് വെച്ചാൽ എന്താണ്? ലെൻസ് ഈസ് ദ ഇലാസ്റ്റിക് ട്രാൻസ്പെറന്റ് ആൻഡ് കോൺവെക്സ് ലെൻസ് അല്ലേ? ഇലാസ്റ്റിക് ആണ്, ട്രാൻസ്പെറന്റ് ആണ്, കോൺവെക്സ് ലെൻസ് ആണ്. കണക്റ്റഡ് ടു സിലിയറി മസിൽസ് ബൈ ത്രെഡ് ലൈക്ക് ലിഗമെന്റ്സ്. അതായത് ഇതാണല്ലോ ലെൻസ്. ഈ ലെൻസിന് ഇവിടെ ഞാൻ മസിൽ ഇങ്ങനെ വരച്ചിരിക്കുന്നേ ടെസ്റ്റിന് അതിനകത്തായിട്ട് ക്ലിയർ ആയിട്ടുള്ള ഫിഗർ ഉണ്ട്. അപ്പൊ ഈ 2 ഡോട്ടാണ് മസിൽസ് എന്ന് വിചാരിക്കുക. ഈ മസിൽസിന് നമ്മൾ പറയുന്ന പേരാണ് സിലിയറി മസിൽസ്. ആ മസിലിന്റെ പേരാട്ടോ സിലിയറി മസിൽസ്. അപ്പം ഈ ലെൻസ് ഇസ് കണക്റ്റഡ് ടു ദി സിലിയറി മസിൽസ്. സിലിയറി മസിൽസുമായിട്ട് ലെൻസിനെ കണക്ട് ചെയ്തിരിക്കുന്ന എന്തുപയോഗിച്ചാണ്? ബൈ ത്രെഡ് ലൈക്ക് സബ്സ്റ്റൻസ്. ഒരു ഇങ്ങനെ നൂല് കണക്കിരിക്കുന്ന ഒരു സബ്സ്റ്റൻസ് കൊണ്ടാണ്. ആ സബ്സ്റ്റൻസിന്റെ പേരെന്താണ്? ഇറ്റ് ഈസ് നോൺ ആസ് ദ ലിഗമെന്റ്സ്. So lens is elastic, transparent and convex lens connected to the ciliary muscles by thread-like ligaments. മനസ്സിലായല്ലോ? ആ ത്രെഡ് ലൈക്ക് സബ്സ്റ്റൻസിനാണ് ലിഗമെന്റ്സ് എന്ന് പറയുന്നത്. അവിടെയുള്ള മസിൽസ് ആണ് സിലിയറി മസിൽസ്. ഈ ലെൻസിനെ, അതായത് ലെൻസ് എന്ന് വെച്ചാൽ ഇലാസ്റ്റിക് ആണ്, ട്രാൻസ്പെറന്റ് ആണ്, കോൺവെക്സ് ആണ്. ഈ ലെൻസിനെ നമ്മൾ സിലിയറി മസിൽസുമായിട്ട് കണക്ട് ചെയ്യുന്ന ത്രെഡ് ലൈക്ക് ലിഗമെന്റ്സ് ഉപയോഗിച്ചിട്ടാണ്. ആ ത്രെഡ് ലൈക്ക് സബ്സ്റ്റൻസ് ആണ് ലിഗമെന്റ്സ്. സോ ലെൻസ് എന്ന് പറഞ്ഞാൽ വേറൊരു പാർട്ടാണ് നമ്മൾ പറഞ്ഞത്. ഇനി എന്താണ് ഈ സിലിയറി മസിൽസ്? നമ്മൾ പറഞ്ഞ അവിടുത്തെ ഒരു മസിൽസ് ആണ്. സിലിയറി മസിൽസ് ആർ ദ സർക്കുലർ മസിൽസ് സീൻ അറൌണ്ട് ദ ലെൻസ്. ഈ ലെൻസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്ലെ? ഇപ്പൊ ലെൻസിന്റെ ചുറ്റുമുള്ള മസിൽസ് ആണ്, ലെൻസിന്റെ ചുറ്റുമുള്ള സർക്കുലർ ഷേപ്പിലുള്ള മസിൽസ് ആണ് സിലിയറി മസിൽസ്. സോ ലെൻസ് ഈസ് ദ ഇലാസ്റ്റിക് ട്രാൻസ്പെറന്റ് കോൺവെക്സ് ലെൻസ് വിച്ച് ഈസ് കണക്റ്റഡ് ടു ദ സിലിയറി മസിൽസ് ബൈ ത്രെഡ് ലൈക്ക് ലിഗമെന്റ്സ്. വാട്ട് ഈസ് ദ സിലിയറി മസിൽസ്? Ciliary muscles are circular muscles that seen around the lens. ലെൻസിന്റെ ചുറ്റും കാണപ്പെടുന്ന സർക്കുലർ മസിൽസിനെയാണ് നമ്മൾ സിലിയറി മസിൽസ് എന്ന് പറയുന്നത്. The contraction and relaxation of these muscles alter the curvature of lens. ലെൻസിന്റെ കർവേച്ചർ, അതായത് അതിന്റെ കർവ് ആണ് അല്ലെ? ലെൻസിന് ഇത്രയും കർവ് വരുന്ന നിമിഷങ്ങളുണ്ട്, അതായത് സംഭവങ്ങളുണ്ട്. നമ്മൾ പഠിക്കും അടുത്ത ടോപ്പിക്കൽ ലെൻസിന്റെ കർവേച്ചറിനെ പറ്റിയാണ്. ലെൻസിന് കർവേച്ചർ ഉണ്ടെന്നുള്ള കാര്യം നമ്മൾ ഫിസിക്സിലെ റിഫ്ലക്ഷന്റെ പാഠമൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. സോ ഈ ലെൻസിന്റെ ഈ കർവേച്ചറിനെ ചേഞ്ച് ചെയ്യുന്ന ആരാണ്? സർക്കുലർ മസിൽസ് ആണ്. അതായത് കൺട്രാക്ഷൻ ആൻഡ് റിലാക്സേഷൻ ഓഫ് ദീസ് മസിൽസ് ഓൾട്ടർ ദ കർവേച്ചർ ഓഫ് ലെൻസ്. അപ്പൊ ലെൻസ് എന്താണ്? ലെൻസ് ഈസ് ദ ഇലാസ്റ്റിക് ട്രാൻസ്പെറന്റ് കോൺവെക്സ് ലെൻസ് വിച്ച് ഈസ് കണക്റ്റഡ് ടു സിലിയറി മസിൽസ് ബൈ ത്രെഡ് ലൈക്ക് ലിഗമെന്റ്സ്. ആൻഡ് വാട്ട് ഈസ് ദ സിലിയറി മസിൽസ്? Ciliary muscles are the circular muscles that seen around the lens. ലെൻസിന് ചുറ്റും കാണപ്പെടുന്ന സർക്കുലർ മസിൽസ് ആണ് സിലിയറി മസിൽസ്. Then the contraction. അപ്പൊ മസിൽസ് ആകുമ്പോൾ നമുക്കറിയാം അല്ലെ? മസിൽസ് കൺട്രാക്ട് ചെയ്യും, റിലാക്സ് ചെയ്യും. അപ്പൊ ഈ സിലിയറി മസിൽസ് കൺട്രാക്റ്റും റിലാക്സും ചെയ്യുന്നത് കൊണ്ടാണ് ലെൻസിന്റെ കർവേച്ചറിനെ ഓൾട്ടർ ചെയ്യാൻ പറ്റും. ഓൾട്ടർ എന്ന് ഉദ്ദേശിക്കുന്നത് അതിന് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നത്. എങ്ങനെ ചേഞ്ച് ചെയ്യും? കൺട്രാക്ട് ചെയ്യുമ്പോൾ ലെൻസിന് സംഭവിക്കുന്നുള്ളത് നമ്മുടെ അടുത്ത ടോപ്പിക്കായിട്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നതാണ്. സോ ഈ 2 ഐഡിയാസ് മെയിൻ ആയിട്ട് അറിഞ്ഞിരിക്കുക. ഇനി മൂന്നാമത്തെ പാർട്ടാണ്, നമ്മൾ കുറച്ച് പറഞ്ഞതാണ് ഒപ്റ്റിക് നെർവ്. Optic nerve. എന്താണ് optic nerve? Optic nerve transmit impulse from the photoreceptors to the visual center of brain. ഇത് ഈ ചാപ്റ്റർ പഠിക്കാനുള്ളത് നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററായ സെൻസേഷൻസ് ആൻഡ് റെസ്പോൺസസ് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ച കാര്യമാണ് പറയുന്നത് അല്ലേ?
പറഞ്ഞു റെറ്റിനയ്ക്കകത്ത് യെല്ലോ സ്പോട്ട്. ഈ സാധനം കഴിഞ്ഞ വീഡിയോ ഡിസ്പ്ലേ ചെയ്തതാണ്. യെല്ലോ സ്പോട്ടിലാണ് ഫോട്ടോ റിസപ്റ്റർ ഉള്ളത്. അപ്പം ലൈറ്റ് കോർണിയ വഴി റെറ്റിനയിലേക്ക് ഫോക്കസ് ചെയ്യുമ്പോൾ ഇത് ക്ലിയർ ആക്കി ആ ഒരു ഐഡിയ മനസ്സിലാക്കിയാണ്. ലൈറ്റ് നമ്മുടെ കോർണിയ, അതായത് ബൾജിഡ് അല്ലേ കോർണിയ നമ്മുടെ ലൈറ്റ് റേസ് റെറ്റിനയിലേക്ക് ഫോക്കസ് ചെയ്യുന്നു പറഞ്ഞില്ലേ. റെറ്റിനയിലേക്ക് ഫോക്കസ് ചെയ്യുമ്പോൾ ഇവിടെ ഉള്ള യെല്ലോ സ്പോട്ടിലുള്ള ഫോട്ടോ റിസപ്റ്റർ ഇതിനെ റിസീവ് ചെയ്യും. ഇത് റിസീവ് ചെയ്തിട്ട് ഈ ഇമ്പൾസിനെ ബ്ലൈൻഡ് സ്പോട്ട് വഴി ഒപ്റ്റിക് നെർവിലോട്ട് കൊടുക്കും. അപ്പൊ ഈ റിസീവ് ചെയ്യുമ്പോൾ ഇമ്പൾസ് ഉണ്ടാകത്തില്ല, ഈ ഇമ്പൾസിനെ ബ്ലൈൻഡ് സ്പോട്ട് വഴി ഒപ്റ്റിക് നെർവിലോട്ട് കൊടുക്കും. ഒപ്റ്റിക് നെർവ് എന്ത് ചെയ്യും? ട്രാൻസ്മിറ്റ് ഇമ്പൾസ്, ഇവിടെ ഇങ്ങനെ ഉണ്ടാവുന്ന ഇമ്പൾസിനെ ട്രാൻസ്മിറ്റ് ദ ഇമ്പൾസ് ടു ദ വിഷ്വൽ സെന്റർ ഓഫ് ദ ബ്രെയിൻ. ഈ ഒപ്റ്റിക് നെർവ് സെൻസറി നെർവായി, ഇനി കഴിഞ്ഞ ചാപ്റ്ററിലോട്ട് പോകണം. സെൻസറി നെർവായി ഇത് എന്താണ്? സെൻസറി നെർവ് വഴി ഡോർസൽ റൂട്ട് വഴി സ്പൈനൽ കോഡ് വഴി ഒപ്ലാങ്കട്ട ആ ലെവലില് ബ്രെയിനിലോട്ട് സെറിബ്രത്തിലോട്ട് ചെല്ലും. ഇനി സെറിബ്രത്തിൽ നിന്നാണ് തിരിച്ച് റിഫ്ലക്സ് ആക്ഷൻ ആയിട്ട് കോർണിയയിൽ വരുമ്പോഴാണ് നമുക്ക് റെറ്റിനയിലേക്ക് വരുമ്പോഴാണ് നമുക്ക് അതിന് ഒരു വസ്തു നമുക്ക് കാണാൻ സാധിക്കുന്നത്. സോ അപ്പൊ എന്താണ്? കോർണിയയിലൂടെ വരുന്ന ലൈറ്റ് റേസ് റെറ്റിനയിലേക്ക് ഫോക്കസ് ചെയ്യും അല്ലേ. കോർണിയ എന്തായിരുന്നു? പ്രൊജക്റ്റഡ് ട്രാൻസ്പെറന്റ് ആന്റീരിയർ പാർട്ട് ഓഫ് ദ സ്ക്ലീറ വിച്ച് റിഫ്രാക്ട് ലൈറ്റ് റേസ് ടു ഫോക്കസ് ഓൺ ദ റെറ്റിന. റെറ്റിനയിലേക്ക് ലൈറ്റ് റേസിനെ ഫോക്കസ് ചെയ്യും. സോ ദ യെല്ലോ സ്പോട്ട് വിച്ച് ഇസ് എ പാർട്ട് ഓഫ് റെറ്റിന വിച്ച് ഹാസ് എ പ്ലെന്റി ഓഫ് ഫോട്ടോ റിസപ്റ്റേഴ്സ് റിസീവ് ദ ലൈറ്റ് ആൻഡ് അപ്പൊ ഈ ലൈറ്റിനെ അപ്പൊ ഫോട്ടോ റിസപ്റ്റർ സ്റ്റിമുലേറ്റ് ആവും. ലൈറ്റിനെ റിസീവ് ചെയ്യുമ്പോൾ സ്റ്റിമുലേറ്റ് ആവുന്ന സമയത്ത് അവിടെ ഇമ്പൾസ് ജനറേറ്റ് ചെയ്യും. കഴിഞ്ഞ ചാപ്റ്റർ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ച കാര്യമാണ്. സോ അപ്പൊ ആ ഇമ്പൾസ് ബ്ലൈൻഡ് സ്പോട്ടിലൂടെ ഒപ്റ്റിക് നെർവ് വഴി ബ്രെയിനിന്റെ വിഷ്വൽ സെന്ററിൽ, അതായത് സെറിബ്രത്തിന്റെ വിഷ്വൽ സെന്ററിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യും. സോ അപ്പൊ നമ്മൾ ഇന്ന് പഠിച്ച ഐസിന്റെ 3 പാർട്സിനെ പറ്റിയായിരുന്നു. ഒന്നാമത്തെ ലെൻസ്. ലെൻസ് ഈസ് ദ ഇലാസ്റ്റിക് ട്രാൻസ്പെറന്റ് കോൺവെക്സ് ലെൻസ് which is connected to the ciliary muscles by thread-like ligaments. What is the ciliary muscles? Ciliary muscles are circular muscles seen around the lens. The contraction and relaxation of these muscles can alter the curvature of lens. Then what is the optic nerve? Optic nerve transmit impulse from the retina and to the visual center of the brain. Brain visual center ലേക്ക് കൊണ്ടുപോകും. അങ്ങനെയാണ് നമുക്ക് വിഷന് പോസിബിൾ ആകുന്നത്. അപ്പോൾ ഈ ഒരു ഐഡിയ അതുപോലെ മനസ്സിലായല്ലോ. ഇനി ഇതുമായിട്ട് ചേർന്ന് തന്നെ നമുക്ക് വേറെ 2 പാർട്സിനെ പറ്റി കൂടെ പഠിക്കാനുണ്ട്. ഈ 3 പാർട്സിനെ പറ്റിയാണ് നമ്മൾ പറഞ്ഞത്. ലെൻസ്, സിലിയറി മസിൽസ്, ഒപ്റ്റിക് നെർവ്. ഇനി 2 പാർട്സ് ആണ്. 2 ചേമ്പേഴ്സ് ഉണ്ട് നമ്മുടെ. ചേമ്പേഴ്സ് അറിയാമല്ലോ, 2 അറകൾ അല്ലേ. അറയെന്ന് പറയുന്നത് 2 ചേമ്പേഴ്സ് ഉണ്ട് നമ്മുടെ കണ്ണിന്. ഒന്നാമത്തെ ചേമ്പർ, ഫസ്റ്റ് ചേമ്പർ ഇസ് ലൊക്കേറ്റഡ് ബിറ്റ്വീൻ ദ കോർണിയ. ഇതാണ് ലെൻസ് അല്ലേ, ഇതാണ് കോർണിയ. ഇതിന്റെ 2ന്റെ ഇടക്കായിട്ടൊരു ചേമ്പർ ഉണ്ട്, ഒരു അറയുണ്ട്. ഇങ്ങനെ വരവരായിട്ട് പറയാം. ആ ചേമ്പറിന്റെ പേരാണ് aqueous chamber. Aqueous chamber is the chamber which is situated in the anterior portion അല്ലേ, കണ്ണിന്റെ ഫ്രണ്ട് പോർഷനിൽ, and it is located between the lens and cornea. കോർണിയയുടെയും ലെൻസിന്റെ ഇടക്കുള്ള ഐബോളിന്റെ ആന്റീരിയർ പോർഷനിൽ ഉള്ള ഒരു ചേംബർ ആണ് aqueous chamber. ഇനി രണ്ടാമത്തെ ചേംബർ, it is located between the lens and retina. ഇതാണ് റെറ്റിന അല്ലെ, മൂന്നാമത്തെ ലെയർ. ഈ ലെൻസിന്റെയും റെറ്റിനക്കിടയിൽ വേറൊരു ചേംബർ ഉണ്ട്. ഈ ചേംബർ നമ്മൾ പറയുന്ന പേരാണ് വിട്രസ് ചേംബർ. So vitreous chamber is the chamber of eye which is located in the posterior part of the eyeball, and it is located between the lens and the retina. Appo aqueous chamber is located between the lens and the cornea, and the vitreous chamber is located between the lens and the retina. ഈ പോർഷനിൽ വിട്രസ് ചേംബറും ഈ പോർഷനിൽ അക്വസ് ചേംബറും ഉണ്ടാവും. ഇനി നെക്സ്റ്റ് വി ആർ ഡിസ്കസിങ് അബൌട്ട് ദ ഫ്ലൂയിഡ്സ് ഇൻ ദ ഐ. ഐക്കകത്ത് 2 ടൈപ്പ് ഓഫ് ഫ്ലൂയിഡ്സ് ഉണ്ട്. ഫസ്റ്റ് ഫ്ലൂയിഡ് ഇസ് ദ അക്വസ് ഫ്ലൂയിഡ്, ആൻഡ് നെക്സ്റ്റ് ഫ്ലൂയിഡ് ഇസ് ദ അക്വസ് ഹ്യൂമർ ആൻഡ് വിട്രസ് ഹ്യൂമർ. അപ്പൊ എന്താണ് ഈ അക്വസ് ഹ്യൂമർ? അക്വസ് ഹ്യൂമർ ഇറ്റ് ഈസ് എ വാട്ടർ ലൈക്ക് ഫ്ലൂയിഡ് വിച്ച് ഇസ് ഫിൽഡ് ഇൻ ദ അക്വസ് ചേംബർ. ഈ അക്വസ് ചേംബറിനകത്തുള്ള വെള്ളം പോലെ, അതായത് വാട്ടർ ലൈറ്റ്, അതാണ് അക്വസ് എന്ന് പറയും അല്ലെ. നമ്മൾ കെമിസ്ട്രിയിൽ അക്വസ് കെമിക്കൽ റിയാക്ഷൻ ഒക്കെ പഠിച്ചിട്ടില്ല. വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യുന്നതാണ് അക്വസ് കെമിക്കൽ റിയാക്ഷൻ. So aqueous chamber എന്നാണ്, it is a water like fluid filled within the aqueous chamber which is located between the cornea and lens. ലെൻസിന്റെ കോർണിയയുടെ ഇടയ്ക്കുള്ള അക്വസ് ചേംബറിനകത്ത് ഫില്ല് ചെയ്തിരിക്കുന്ന വാട്ടർ ലൈക്ക് ഫ്ലൂയിഡിനാണ് അക്വസ് ഹ്യൂമർ എന്ന് പറയുന്നത്. So aqueous humor is a water like fluid filled within the aqueous chamber which is located between the lens and the cornea.
The aqueous humor is formed from the blood and reabsorbed to the blood. നമ്മൾ കഴിഞ്ഞ പാഠത്തിൽ സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ് പഠിച്ച പോലെ ആയിരുന്നു. സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ് എന്തായിരുന്നു? ബ്ലഡിൽ നിന്നുണ്ടായിട്ട് ബ്ലഡിലേക്ക് തന്നെ റിസീവ് ചെയ്യും. അക്വസ് ഹ്യൂമർ അതുപോലെയാണ്, ബ്ലഡിൽ നിന്നുണ്ടാവും, ബ്ലഡിലേക്ക് തന്നെ അത് റീഅബ്സോർബ് ചെയ്യും. ഇനി ഈ അക്വസ് ഹ്യൂമറിന്റെ ഫംഗ്ഷൻ എന്താണ്? നമ്മുടെ ഐക്കുള്ള നറിഷ്മെന്റിന് ഓക്സിജനെ കൊടുക്കുക. ഐക്ക് ആവശ്യമായിട്ടുള്ള സംഭവം ഓക്സിജനൊക്കെ വേണ്ടേ? ബ്ലഡ് ഉള്ളതല്ലേ. സോ ഓക്സിജനൊക്കെ കൊടുക്കലാണ് അക്വസ് ഹ്യൂമറിന്റെ ഫംഗ്ഷൻ. ഇനി വാട്ട് ഈസ് ദ ഫംഗ്ഷൻ ഓഫ് വിട്രസ് ഹ്യൂമർ? അക്വസ് ഹ്യൂമർ വാട്ടർ ലൈക്ക് സബ്സ്റ്റൻസ് ആണെങ്കിൽ വിട്രസ് ഹ്യൂമർ ഇറ്റ് ഇസ് എ ജെല്ലി ലൈക്ക് സബ്സ്റ്റൻസ് അല്ലേ? മറ്റേ ജെല്ലി മിഠായിരിക്കുന്ന പോലെയൊക്കെ ഇരിക്കും. So aqueous humor is a water-like fluid, and vitreous humor is a jelly-like substance which is filled in the vitreous chamber between the lens and retina. ലെൻസിന്റെയും റെറ്റിനയിലും ഇടയ്ക്കുള്ള വിട്രസ് ചേംബറിനകത്ത് ഫില്ല് ചെയ്തിരിക്കുന്ന ജെല്ലി ലൈക്ക് സബ്സ്റ്റൻസിനെയാണ് നമ്മുടെ വിട്രസ് ഹ്യൂമർ എന്ന് പറയുന്നത്. മനസ്സിലാകുന്നുണ്ടോ? വിട്രസ് ഹ്യൂമറിന്റെ ഫംഗ്ഷൻ എന്താണ്? ജെല്ലി ലൈക്ക് സബ്സ്റ്റൻസ് ആയതുകൊണ്ട് തന്നെ അവയുടെ ഷേപ്പിനെ മെയിൻറ്റെയിൻ ചെയ്യലാണ് വിട്രസ് ഹ്യൂമറിന്റെ ഫംഗ്ഷൻ. അപ്പൊ നമ്മൾ ഇന്നൊക്കെ ഡിസ്കസ് ചെയ്തത്, അതായത് നമ്മൾ ആദ്യം പറഞ്ഞു അതിനകത്ത് വേറെ കുറെ പാർട്സും കൂടെ ഉണ്ട്. ഒന്നാമത്തെ പാർട്സ് എന്ന് പറഞ്ഞാൽ ലെൻസ് എന്ന് പറഞ്ഞാൽ ഇലാസ്റ്റിക് ട്രാൻസ്പെറന്റ് കോൺവെക്സ് ലെൻസ് വിച്ച് ഈസ് കണക്റ്റഡ് ടു ദ സിലിയറി മസിൽസ് ബൈ ത്രെഡ് ലൈക്ക് ലിഗമെന്റ്സ്. വാട്ട് ഈസ് എ സിലിയറി മസിൽസ്? സിലിയറി മസിൽസ് ആർ ദ സർക്കുലർ മസിൽസ് seen around the lens. The size, the relaxation and the contraction of the ciliary muscles can alter the curvature of lens. അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയി ഡിസ്കസ് ചെയ്യാം കേട്ടോ. ഇനി അടുത്തതാണ് ഒപ്റ്റിക് നെർവ്. ഒപ്റ്റിക് നെർവ് ട്രാൻസ്മിറ്റ് ഇമ്പൾസ് ടു ദ വിഷ്വൽ സെന്റർ ഓഫ് ദ ബ്രെയിൻ, സെറിബ്രത്തിലേക്ക് കൊണ്ടുപോകും. ഇനി വിട്രസ് ചേംബർ ഇസ് ദ ചേംബർ ലൊക്കേറ്റഡ് ബിറ്റ്വീൻ ദ lens and cornea, and aqueous chamber is the chamber located between the lens and cornea, and vitreous chamber is the chamber located between the lens and retina. And the aqueous humor, it is a water-like fluid filled within the aqueous chamber between the lens and cornea. The aqueous humor is formed from the blood and reabsorbed to the blood. The function of aqueous humor is to provide nourishment and oxygen to the eye. And what is vitreous humor? Vitreous humor is a jelly-like substance which is filled within the vitreous chamber, which is located between the retina and lens. And what is the function of vitreous humor? Function of vitreous humor is to help in maintaining the shape of the eye. അപ്പം ഇത്രയും പറഞ്ഞൊരു പോയിന്റാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ഇത്രയും പറഞ്ഞ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഞാൻ കൂടെ പറയുകയാണ്, എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യുമ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിനും നോട്ടിഫിക്കേഷൻ കിട്ടുന്നതാണ്. താങ്ക്